ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ബ്ലൗസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽസിൽ ഇത് ഓൾറെഡി സ്റ്റോൺ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബ്ലൗസ് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തപ്പോൾ അതിൻ്റെ നെഗിൻ്റെ എൻഡിൽ എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നി. അപ്പോൾ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ച്. ഓൾറെഡി ഇതിൽ ബീഡ്സ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെഗിൽ ഒരു സിമ്പിളായിട്ട് നമുക്കൊരു ബീഡ്സ് വർക്ക് തന്നെ കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ബോൾ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. 2 ഡിഫറെൻറ്റ് സൈസിലാണ്. ഒരു കുഞ്ഞും ഒരു വലുതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ രീതിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ബീഡ്സ് വർക്കൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ക്ലോത്ത്സിൻ്റെ കളറിൽ വേണം ത്രെഡ് എടുക്കാൻ. ബീഡ്സിൻ്റെ കളറിൽ ത്രെഡ് എടുക്കാനേ പാടില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെ ബാക്ക് നെക്കും അതുപോലെ റൈറ്റ് സൈഡ് ഫ്രണ്ട് നെക്കുമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഞാൻ 2 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നെക്ക് ബാക്ക് നെക്കിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ബോൾ ബീഡ്സ്, അതായത് കുഞ്ഞ് ബോൾ ബീഡ്, നിങ്ങൾ ഈ 2 ബോൾ ബീഡ്സ് എടുക്കുമ്പോൾ 1 mm 5 mm ആ രീതിക്ക് എടുക്കാം. അപ്പം ഞാൻ ആ 2 ബീഡ്സും അറ്റത്ത് വെച്ചതിന് ശേഷം സൂചി കുത്തി താഴ്ത്തി കൊടുത്തതിന് ശേഷം ഒരു ബീഡിൻ്റെ ബാക്കിൽ നിന്ന് മുകളിലോട്ട് വരണം. എന്നിട്ട് ആ ഒരു ബീഡിൻ്റെ അകത്തുകൂടി ഇപ്പുറത്ത് കോർത്തെടുക്കണം. അതായത് 2 ബോൾ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം അവിടെ കുത്തി ശകലം ബാക്കിലോട്ട് നീഡിൽ കൊണ്ടുവരണം. എന്നിട്ട് ഒരു ബീഡ്സിൻ്റെ അകത്തുകൂടെ കോർത്ത് പുറത്ത് വരണം. എന്നിട്ട് വീണ്ടും നമുക്ക് 2 ബീഡ്സ് കോർത്ത് കൊടുക്കാം. അതങ്ങനെ നേർക്ക് പിടിച്ച് വെച്ച് നോക്കണം. കണ്ടോ, ഇതുപോലെ നോക്കിയതിന് ശേഷം അതിൻ്റെ അടുത്ത് കുത്തിയിട്ട് ഒരു ബീഡിൻ്റെ ബാക്കിലോട്ട് പുറത്തെടുക്കണം. എന്നിട്ട് ആ ഒരു ബീഡിൻ്റെയും അകത്തുകൂടി കോർത്ത് ഇപ്പുറത്തെ സൈഡ് വരണം. ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 ബീഡ്സ് ഇങ്ങനെ 2 ആയിട്ട് കോർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ 2 ആയിട്ട് കോർത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്കിരിക്കും. അങ്ങനെ 10 ബീഡ്സും കോർത്തതിന് ശേഷം ഞാനൊരു ബിഗ് ബോൾ ബീഡാണ് എടുക്കുന്നത്. അതിൻ്റെ അടുത്ത് ഒരു ബീഡ് അങ്ങനെ കോർത്ത് അതും അതുപോലെ ഒന്ന് ബാക്കിലോട്ട് വന്ന് അതിൻ്റെ അകത്തുകൂടെ സൂചി കുത്തിയെടുക്കാം. അങ്ങനെ ഞാൻ ഈ നെഗിൽ ഫുള്ളും ഞാൻ ഇത് മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും കൊടുത്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. അതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല. ഇത് എല്ലാവർക്കും തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നല്ല സിമ്പിളായിട്ട് ഒരു ബീഡ്സ് വർക്ക് വേണമെന്നുള്ളവർ ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ഞാനും ഒരു ലെയറിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു.